തിരുവനന്തപുരത്ത് വീട്ടുകാരെ മയക്കിക്കിടത്തി കവർച്ച നടത്തിയ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. നേപ്പാളി സ്വദേശികളായ കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെയാണ് കസ്റ്റഡിയിലെടുത്തത്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിടികൂടി ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തെ സഹായിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ഡ്രൈവറെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ എവിടെ എന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അരുൺ, മോഷണ സംഘത്തിൽ മൊത്തം 5 പേരാണ് ഉണ്ടായിരുന്നത്. വീട്ടുജോലിക്കാരിയായ യുവതി അടക്കം 5 പേർ. ഇതിൽ 4 പേരാണ് ഓട്ടോറിക്ഷയിൽ വന്നത്. ഓട്ടോറിക്ഷ പുറത്ത് പാർക്ക് ചെയ്ത നിലയിലായിരുന്നു. ഈ 2 പേർ മോഷണത്തിനായി അകത്ത് കയറിയപ്പോൾ 2 പേർ ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ആളുകളെ മയക്കിക്കിടത്തിയ ശേഷം യുവതി രക്ഷപ്പെട്ടു വന്ന് ഈ ഓട്ടോറിക്ഷയിൽ കയറി. മറ്റു 2 പേരാണ് ഈ സ്വർണ്ണാഭരണവും പണവും മറ്റും കവർച്ച നടത്തിക്കൊണ്ടിരുന്നത്. അവരിടയ്ക്ക് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ട് പിടിയിലാവുന്ന നിമിഷം ഈ ഓട്ടോറിക്ഷയിൽ വന്ന ആളുകൾ മറ്റു 2 പേരെ ഉപേക്ഷിച്ച് കടന്നുകളയായിരുന്നു. കൊല്ലത്ത് കൊട്ടിയത്ത് നിന്നാണ് ഈ ഓട്ടോറിക്ഷ സവാരിക്ക് വിളിച്ചതെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അയിരൂർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർ എഴുകോട്ട് സ്വദേശിയാണ്. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഡ്രൈവർക്ക് ഒരുപക്ഷെ ഇതിൽ പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. ഡ്രൈവറോട് ഇവർ മറ്റെന്തെങ്കിലും കള്ളം പറഞ്ഞായിരിക്കുമല്ലോ ഈ ഓട്ടോ വിളിച്ചിട്ടുണ്ടാവുക, അല്ലേ ശ്രീജിത്ത്? ഡ്രൈവർക്ക് പങ്കാളിത്തമുണ്ടോ ഇല്ലെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെയും ഒരു വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു രാത്രി ഒരു വീടിന് പുറത്തു വന്ന് ഈ ഓട്ടോറിക്ഷയിൽ ഇതര രാജ്യക്കാരായ 3 ആളുകൾ 4 പേർ വന്ന് കിടക്കുമ്പോൾ ഈ ഡ്രൈവർക്ക് മറ്റ് അസ്വാഭാവികതയൊന്നും തോന്നാതിരുന്നതും പോലീസിന് സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ മോഷണ സംഘത്തെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാകൂ. ഇപ്പോൾ അത്തരത്തിലൊരു മുൻവിധിയോടെ അല്ല പോലീസ് ഈ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ ഓട്ടോറിക്ഷ അവിടെ നിന്ന് സ്ത്രീയുടെ കയറി കടന്നു കളയുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെ ഉയരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. അങ്ങനെ കൊട്ടിയത്ത് നിന്നും ആളുകളെ, വീട്ടിലുള്ള ആൾക്കാരെ മയക്കുമരുന്ന് ഉപയോഗിച്ച് മയക്കിക്കിടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശികൾ, മോഷണം നടത്തി രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിലെ ഡ്രൈവറെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.